ഉത്തർപ്രദേശിൽ 2 മാസത്തിനുള്ളിൽ വരുന്ന 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തെ എല്ലാ കണ്ണുകളും. കാരണം അവിടെ BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തകർച്ചയെ നേരിട്ടിരുന്നു. ആ തകർച്ചയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേന്ദ്രത്തിനോടുള്ള ജനങ്ങളുടെ ഒരു എതിർപ്പാകാൻ കുറയാൻ കാരണമെന്ന് പറയാമെങ്കിൽ പോലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സംബന്ധിച്ച് ജയിച്ചേ മതിയാവും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ സർവേ, അഭിപ്രായ സർവേ വന്നിരിക്കുന്നത്. ഏതായാലും സർവേ എന്ന് കേൾക്കുമ്പോൾ സാധാരണപ്പെട്ടവരെല്ലാം തന്നെ ഇപ്പോൾ അതിനെ നോക്കി ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം നമുക്കറിയാം എക്സിറ്റ് പോളുകളെല്ലാം പൊളിഞ്ഞടുങ്ങിയതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ പുതിയ സർവേക്ക് എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ആ വരുന്ന സർവേയും ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ സർവേ നടത്തിയിരിക്കുന്നത് സി ന്യൂസാണ്. സി ന്യൂസ് ACPL എന്ന് പറയുന്ന ഒരു ഏജൻസിയുമായിട്ടാണ് ഈ 10 നിയോജക മണ്ഡലത്തിൽ, 10 നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ സർവേ. ആ സർവേയുടെ ഫലങ്ങളാണ്. അവർ കുറേ അധികം ചോദ്യങ്ങൾ ഈ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ചോദ്യങ്ങളിലേക്കും അതിന് എത്ര ശതമാനം പേർ ഉത്തരം നൽകി എന്നതിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 58% പേർ പറയുന്നത് പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്നാണ്. 42% പേർ ഇല്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, ബുൾഡോസർ ഒരു പ്രധാന വിഷയമായി തെരഞ്ഞെടുപ്പിൽ മാറുമോ എന്ന് ചോദിക്കുമ്പോൾ 63% പേർ അതിനെ അനുകൂലിച്ച്, ബുൾഡോസർ യോഗയുടെ ഈ ബുൾഡോസർ നയത്തെ അനുകൂലിച്ച് എത്തുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഇപ്പോൾ നടന്ന ചോദ്യപേപ്പർ ചോർച്ച ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് 45% പേർ ബാധിക്കുമെന്നും 37% പേർ ഈ തെരഞ്ഞെടുപ്പുമായി അതിന് ബന്ധമില്ല എന്നും പറയുന്നു. നാലാമത്തെ ചോദ്യം, ഈ ജനങ്ങളോടുള്ള ചോദ്യം, ജാതിയാണോ പ്രധാന വിഷയമെന്ന് ചോദിക്കുന്നത് 40% പേർ അതേയെന്നും 35% പേർ അല്ല എന്നും പറയുന്നു. ജോലിയാണ് പ്രധാന വിഷയമെന്ന് പറയുന്ന 20% പേരുണ്ട്. ഒപ്പം തന്നെ മതം വിഷയമാണെന്ന് പറയുന്നതും 20% പേരാണ്. ഏതായാലും അടുത്ത ചോദ്യം പോകുന്നത്, യോഗി ആദിത്യനാഥിൻ്റെ ആ ഭരണത്തിൽ, ഇല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന് എത്രത്തോളം പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ 87% പേരാണ് യോഗി ആദിത്യനാഥിന് പിന്തുണ കൊടുക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിനുള്ള പിന്തുണ 58%, അഖിലേഷ് യാദവിനുള്ള പിന്തുണ 40%. ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അയോധ്യ ഉൾപ്പെടുന്ന മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. BJP സംബന്ധിച്ച് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റിരുന്നു. അത് വലിയ നാണക്കേടായിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അയോധ്യ ഉൾപ്പെടുന്ന മിൽക്കിപ്പൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമുണ്ട്. അവിടെ ആര് ജയിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു, 10ൽ 9 തോറ്റാലും ഈ ഒരു സീറ്റ് BJPക്ക് ജയിച്ചാൽ വലിയ നേട്ടമാകും. ഏതായാലും അതിൻ്റെ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സർവേ ഫലം ഇങ്ങനെയാണ്. BJPക്ക് നേരിയ മുൻതൂക്കമാണ് ഈ മണ്ഡലത്തിലുള്ള, നേരിയ മുൻതൂക്കമുണ്ട്. കാരണം സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ BJPക്ക് നേരിയ മുൻതൂക്കമുണ്ട്. 52% പേർ BJP അനുകൂലിക്കുന്നു, 48% പേരാണ് സമാജ്വാദി പാർട്ടിയെ അനുകൂലിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് പോകുമ്പോൾ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങൾ BJPയും BJP നേതൃത്വം നൽകുന്ന NDAയും ജയിക്കും. 4 സീറ്റുകൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ അഖിലേഷ് യാദവും നേടുമെന്നാണ് പുതിയ സർവേ ഫലം. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവേകൾ വരുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.